എത്ര കഠിനമായ വ്യായാമം ചെയ്താലും ഭക്ഷണത്തിൽ നിയന്ത്രണം വരുത്തിയാലും ശരീരത്തിലെ ചില ഭാഗങ്ങളിലെ കൊഴുപ്പ് കുറയാതെ നിൽക്കുന്നത് പലരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ്. ഇത്തരത്തിൽ വ്യായാമത്തിലൂടെ മാറ്റാൻ കഴിയാത്ത കൊഴുപ്പിനെ നീക്കം ചെയ്ത് ശരീരത്തിന് നമ്മൾ ആഗ്രഹിക്കുന്ന ഷേപ്പ് നൽകാൻ സഹായിക്കുന്ന ചികിത്സാ രീതിയാണ് ലൈപ്പോസക്ഷൻ. വിദേശ രാജ്യങ്ങളിൽ ഏറെ പ്രചാരമുള്ള ഈ പ്രൊസീജിയർ അത്യാധുനിക സൗകര്യങ്ങളോടെ ഇപ്പോൾ നമ്മുടെ നാട്ടിലും ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ആവശ്യക്കാരും ഇന്ന് കൂടി വരികയാണ്. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് രാജഗിരി ഹോസ്പിറ്റലിലെ പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ പ്രവീൺ AJ ആണ്. നമുക്ക് ഡോക്ടറോട് തന്നെ ചോദിക്കാം. ഹായ് ഡോക്ടർ, എന്താണ് ലൈപ്പോസക്ഷൻ? ഇതുകൊണ്ട് ശരീരഭാരം കുറയ്ക്കാനൊക്കെ സാധിക്കുമോ? ഈ ലൈപ്പോസക്ഷൻ എന്നുള്ളത് ഒരിക്കലും വണ്ണം കുറയ്ക്കാനുള്ള ഒരു സർജിക്കൽ പ്രൊസീജിയർ അല്ല. ലൈപ്പോസക്ഷനിൽ നമ്മൾ ചെയ്യുന്നത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ ദ്വാരങ്ങളിലൂടെ നമ്മൾ സ്കിന്നിനും മസിലിനും ഇടയ്ക്കുള്ള ഫാറ്റ് മാത്രമാണ് നമ്മൾ വലിച്ചെടുക്കുന്നത്. സോ നമ്മൾ ഈ അമിതവണ്ണം അല്ലെങ്കിൽ ഒബിസിറ്റി എന്ന് പറയുന്നത് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് BMI വെച്ചിട്ടാണ്. സോ BMI ഒരു 35 കൂടുതലുള്ള ആൾക്കാരെ നമ്മൾ മോർബിഡ്ലി ഒബീസ് എന്ന് പറയും. സോ അങ്ങനത്തെ ആൾക്കാർക്ക് ഫാറ്റ് സ്കിന്നിനും മസിലിനും നടുക്ക് മാത്രമായിരിക്കില്ല, അവർക്ക് മസിലിൻ്റെ താഴെയും നമ്മളുടെ അബ്ഡോമിൻ്റെ ഓർഗൻസിൻ്റെ ഇടയ്ക്കൊക്കെ ആയിട്ടും ഒരുപാട് ഫാറ്റ് ഉണ്ടാവും. സോ ഇതൊന്നും നമുക്ക് ഒരിക്കലും ലൈപ്പോസക്ഷൻ ത്രൂ നീക്കം ചെയ്യാൻ പറ്റില്ല. സോ അങ്ങനത്തെ ആൾക്കാർക്ക് ടോട്ടലി നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന ബെറിയാട്രിക് സർജറി അല്ലെങ്കിൽ GLP-1 അനലോഗ് മെഡിക്കേഷൻസ്, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളാണ്. അതൊരു ഡിഫറെൻറ്റ് സ്പെഷ്യാലിറ്റിയാണ്. ഡോക്ടർ, ഇപ്പോൾ ഏത് തരം ആളുകളിലാണ് ലൈപ്പോസക്ഷൻ നമ്മൾ കൂടുതലായി പ്രിഫർ ചെയ്യുക? BMI ഒരു 35 താഴെയുള്ള ആൾക്കാർ, നമ്മുടെ ഒബീസ് അല്ല പക്ഷെ ഓവർ വെയ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ, നമ്മുടെ ബോഡി വെയ്റ്റ് ഒരു 10 to 20% കൂടുതലാണ്, അങ്ങനത്തെ ആൾക്കാർക്കും. പിന്നെ ചില ഏരിയാസിൽ സ്റ്റബൺ ആയിട്ടുള്ള ഫാറ്റ് ഉണ്ടാവും, നമ്മൾ എത്ര വർക്കൗട്ട് ചെയ്താലും പോകാത്ത പോലെ. ഇപ്പം നമുക്ക് ഒരുപാട് ലേഡീസ് വരുന്നുണ്ട്, അവർക്ക് സ്ലീവ്ലെസ് ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആംസിൽ ഒരുപാട് ഫാറ്റ് ഉണ്ട്, ആക്സിലർ റീജിയനിൽ ഒരുപാട് ഫാറ്റ് ഉണ്ട്, ഇല്ലെങ്കിൽ തിക്കായിട്ടുള്ള തൈസ് ഉണ്ട്. പിന്നെ ലേഡീസിനാകുമ്പോൾ കുറച്ച് പ്രായം കൂടിയ ലേഡീസ് ആകുമ്പോൾ നമുക്ക് ലവ് ഹാൻഡിൽസ് ഈ ഏരിയയിൽ കുറച്ച് ഫാറ്റ് കൂടുതലാണ്, അങ്ങനത്തെ ഏരിയാസ്. പിന്നെ നമുക്ക് ബ്രാ റോൾസ് ഏരിയയിൽ, പിന്നെ ആണുങ്ങളിൽ ഗൈനക്കോമാസ്റ്റിയ എന്ന് പറയും, നമ്മൾ സൂഡോ ഗൈനക്കോമാസ്റ്റിയ, ചെസ്റ്റിൽ ഒരുപാട് ഫാറ്റ് ഉണ്ട്. അങ്ങനത്തെ ആൾക്കാർക്ക് ആ പ്രത്യേകം ഉള്ള ഫാറ്റിനെ നീക്കം ചെയ്യാൻ പിന്നെ ബോഡിക്ക് ഒരു നല്ല ഷേപ്പ് കൊടുക്കാനുള്ള ഒരു കറക്റ്റായ പ്രൊസീജിയറാണ് ലൈപ്പോസക്ഷൻ. സർ, അപ്പോൾ ഈ ഒരു പ്രൊസീജിയറിലൂടെ ശരീരത്തിലെ എത്രത്തോളം ഫാറ്റ് നമുക്ക് നീക്കം ചെയ്യാൻ സാധിക്കും? സോ സയൻറ്റിഫിക്കലി സ്പീക്കിംഗ് നമുക്ക് ഒരുപാട് ഗൈഡ് ലൈൻസ് ഉണ്ട്. സോ അത് പറയുന്നത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ടോട്ടൽ ബോഡി വെയ്റ്റിൻ്റെ ഒരു 10% അത്ര 10% അത്ര നമുക്ക് ഇൻ ലീറ്റേഴ്സ് ഫാറ്റ് ഒരു സെഷനിൽ നമുക്ക് സേഫായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അതായത് ഒരു 80 kg ഒരു 80 kgs ഉള്ള ഒരു ഹെൽത്തി അഡൾട്ടിൽ നമുക്കൊരു 8 liters വരയ്ക്കും നമുക്ക് എടുക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ അത്രയും പോകാറില്ല, നമ്മളൊരു 6 to 8% ഒരു സിറ്റിങ്ങിൽ നമ്മൾ എടുക്കാറുള്ളൂ ടു അവോയ്ഡ് കോംപ്ലിക്കേഷൻസ്. ഏതൊരു സർജറിക്ക് ശേഷവും റെസ്റ്റ് ആൻഡ് മെഡിക്കേഷൻ അത്യാവശ്യമാണല്ലോ. ലൈപ്പോസക്ഷൻ ചെയ്തു കഴിഞ്ഞ ഒരു വ്യക്തിക്കും സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്താൻ എത്ര ടൈം പീരീഡ് എടുക്കും, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? സോ നമ്മൾ ഈ റിക്കവറി എന്ന് പറയുന്നത് ഇത് ഡിപ്പെൻഡ് ആവുന്നത് നമ്മൾ എത്ര ഫാറ്റ് വലിച്ചെടുത്തു, ഏത് ഏരിയയിൽ നിന്ന് നമ്മൾ ഇതൊക്കെ റിമൂവ് ചെയ്തു എന്നുള്ള കാര്യത്തിലാണ്. സോ ഒരു ലെസ് ദാൻ 3 liters ഒക്കെ ഫാറ്റ് നമ്മൾ വലിച്ചെടുക്കുന്നെങ്കിൽ അതൊരു സിംഗിൾ ഡേ പ്രൊസീജിയർ ആയിരിക്കും. സർജറി കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ തൊട്ടിട്ട് തന്നെ നമ്മൾ പേഷ്യൻറ്റിനെ നടത്തി തുടങ്ങും. പിന്നെ ഡ്രെയിൻസ് ഒക്കെ നമ്മളൊരു 1 or 2 days ആകുമ്പോഴേക്കും നമുക്ക് ലെസ് ദാൻ 20 ml ആകുമ്പോൾ നമ്മളത് റിമൂവ് ചെയ്യും. പേഷ്യൻറ്റ് കംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ day 1 തന്നെ നമ്മൾ പേഷ്യൻറ്റിനെ നമ്മൾ നെക്സ്റ്റ് ഡേ തന്നെ നമ്മൾ ഡിസ്ചാർജ് ചെയ്യും. പിന്നെ ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഫോളോ അപ്പ് OPD ബേസിസിലായിരിക്കും. പേഷ്യൻറ്റ് നോർമലായിട്ട് ഡ്രെയിനൊക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നോർമൽ ക്ലോത്ത്സ് ഇട്ട് തുടങ്ങാം ആൻഡ് ദേ ക്യാൻ റിട്ടേൺ ബാക്ക് ടു ദ റുട്ടീൻ ആക്ടിവിറ്റീസ്. പക്ഷേ ഹെവി വെയ്റ്റ് ട്രെയിനിങ്ങും ജിമ്മും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളൊരു 4 to 6 weeks വരയ്ക്ക് അബ്സ്റ്റെയിൻ ചെയ്യാൻ പറയും. സർ, ചിലരുടെയെങ്കിലും സ്വപ്നമാണ് 6 pack എന്നുള്ളത്. ലൈപ്പോസക്ഷൻ വഴി ഇതൊക്കെ സാധ്യമാണോ? ഡെഫിനറ്റ്ലി ചെയ്യാൻ പറ്റും. നിവി പറഞ്ഞുകൊണ്ട് വരുന്ന കാര്യം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഹൈ ഡെഫിനിഷൻ ലൈപ്പോസക്ഷൻ അല്ലെങ്കിൽ HD ലൈപ്പോസക്ഷൻ എന്ന് പറയും നമ്മൾ. സോ നമ്മുടെ മസിൽസ് ഓരോ ഏരിയയിൽ കുറച്ച് കൂടുതലായിട്ട് ഡിഫൈൻഡ് ആയിട്ട് വരുന്നത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഏരിയാസിൽ സ്പെസിഫിക് ആയിട്ട് ആ മസിൽസിൽ അനാറ്റമിക്കലായിട്ട്
പ്രസൻറ്റ് ആയിട്ടുള്ള നാച്ചുറൽ ഗ്രൂവ്സ് ആണ്. സോ ആ ഗ്രൂവ്സ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നതാണ് ലൈപ്പോസക്ഷൻ വഴി ചെയ്യുന്നത്. സോ ഈ HD ലൈപ്പോസക്ഷൻ പ്രൊസീജിയറിൽ സോ ബിഫോർ സർജറി നമ്മൾ ഈ ഗ്രൂവ്സ് ഇങ്ങനത്തെ ഏരിയാസ് നമ്മൾ മാർക്ക് ചെയ്യും പേഷ്യൻറ്റിനെ ഓരോ പൊസിഷനിൽ വെച്ചിട്ട്. പിന്നെ ആ മാർക്ക്ഡ് ഏരിയാസിൽ നമ്മൾ നല്ല സൂപ്പർഫിഷ്യൽ പ്ലെയിനിലും ഡീപ്പ് പ്ലെയിനിലും നന്നായിട്ട് ഫാറ്റ് റിമൂവ് ചെയ്യും. സോ ഇത് ചെയ്യുമ്പോൾ ആ മസിലിൻ്റെ ഒരു നാച്ചുറൽ ഡെഫിനേഷൻ കുറച്ചും കൂടി കൂടുതൽ എൻഹാൻസ്ഡ് ആയിട്ട് കാണും. പിന്നെ നമ്മൾ ഈ ടമ്മി ടക്കൊക്കെ ചെയ്യുന്ന പേഷ്യൻസിൽ നമ്മൾ എന്ത് ചെയ്യും പറഞ്ഞാൽ ചില പേഷ്യൻസിൽ കൂടുതൽ ഡെഫിനേഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈവൻ മസിൽ ബെല്ലിയിലേക്ക് ഫാറ്റ് നമ്മൾ വലിച്ചെടുക്കുന്ന ഫാറ്റ് നമുക്ക് മസിൽ ബെല്ലിയിലേക്ക് ഗ്രാഫ്റ്റായിട്ട് ഇഞ്ചെക്ട് ചെയ്യാം. സോ അതും നമുക്ക് മസിൽസിന് കുറച്ചും കൂടി കൂടുതൽ ഡെഫിനേഷൻസ് തരും. ഡോക്ടർ, അവസാനമായ ഒരു ചോദ്യം കൂടി ചോദിക്കുകയാണ്. ലൈപ്പോസെക്ഷൻ ചെയ്യുന്നതിന് മുമ്പ് ഒരു വ്യക്തി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ മുൻകരുതലുകളാണ് എടുക്കേണ്ടത്? നമ്മൾ ലൈപ്പോസെക്ഷൻ ചെയ്യുന്ന കാട്ടി മുമ്പ് ഒന്ന് ആ പേഷ്യൻ്റ് ആ സർജറിക്ക് ഫിറ്റ് ആണോ എന്നുള്ളത് നമ്മൾ നോക്കും. അനസ്തീഷ്യ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്ത് നമ്മൾ വിട്ട് പ്രീ അനസ്തറ്റിക് വർക്കപ്പ് ഒക്കെ ചെയ്യും. രണ്ടാമത്തത് സർജറിക്ക് മുന്നേ അറ്റ്ലീസ്റ്റ് ഒരു 4 to 6 വീക്ക് വരെയും സ്മോക്ക് ചെയ്യുന്ന പേഷ്യൻ്റ് ആണെങ്കിൽ സ്മോക്കിംഗ് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് ഹീലിംഗ് ഇഷ്യൂസ് ഉണ്ടാവും ഇങ്ങനത്തെ പേഷ്യൻസിൽ. പിന്നെ ഓൾറെഡി ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ അഡോപ്റ്റ് ചെയ്യുന്ന പേഷ്യൻസിലായിരിക്കും ഇങ്ങനത്തെ പ്രൊസീജിയേഴ്സ് കൂടുതൽ നമുക്ക് റിസൾട്ട്സ് ലോങ് ടേമിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുക. സോ അങ്ങനത്തെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ അഡോപ്റ്റ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. പിന്നെ പ്രൊസീജിയേഴ്സ് ചെയ്ത് കഴിഞ്ഞാട്ടി മുമ്പ് എന്നുള്ളതിനെ കാട്ടി ചെയ്ത് കഴിഞ്ഞിട്ട് ഫോളോ ചെയ്യാനുള്ള ചില പ്രോട്ടോകോൾസ് ഉണ്ട്. സോ നമ്മുടെ റിക്കവറി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 3 കാര്യങ്ങളാണ് പറയാം. ഒന്ന് പ്രഷർ ഗാർമെൻറ്റ്. നമ്മൾ ടൈറ്റായിട്ട് ഉള്ള ഒരു ഗാർമെൻറ്റാണ്. സർജറി കഴിഞ്ഞപാട് നമ്മൾ നെക്സ്റ്റ് ഡേ തന്നെ പേഷ്യൻറ്റിന് ഈ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പ്രഷർ ഗാർമെൻറ്റ്സ് ഉണ്ടാക്കും. സോ ദോസ് പ്രഷർ ഗാർമെൻറ്റ്സ് ക്യാൻ ബി വോൺ അബവ് അവർ നോർമൽ ക്ലോത്ത്സ്. നമ്മളുടെ നോർമൽ ക്ലോത്ത്സിൻ്റെ താഴെ നമുക്ക് ഇടാൻ പറ്റുന്ന സിമ്പിളായ ഡ്രസ്സാണ്. സോ ഇതൊരു 4 to 6 വീക്സ് വരെയും കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ നമ്മൾ പറയും. ഇതുകൊണ്ട് നമുക്ക് നീര് പെട്ടെന്ന് കുറയും. പിന്നെ സ്കിന്നിൻ്റെ ഹീലിംഗ് കുറച്ചും കൂടി ഫാസ്റ്റ് ആയിരിക്കും. രണ്ടാമത്തേത് ലിംഫാറ്റിക് മസാജ് എന്ന് പറയും. സോ ഇത് ഒരു ട്രെയിൻ തെറപ്പിസ്റ്റിനെ കൊണ്ട് നമ്മൾ ഒരു 4 to 5 days ആഫ്റ്റർ ദ സർജറി പേഷ്യൻറ്റ് പെയിനൊക്കെ കുറഞ്ഞു വരുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും. സോ ഇതുകൊണ്ടും നമുക്ക് നീരൊക്കെ കുറയും. പിന്നെ സീറോമ അങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് ഒക്കെ വരാനുള്ള ചാൻസസ് കുറച്ച് നമുക്ക് റിക്കവറി കുറച്ചും കൂടി എൻഹാൻസ്ഡ് ആയിട്ട് കിട്ടും. പിന്നെ 1 month ആഫ്റ്റർ ദ പ്രൊസീജിയർ നമ്മൾ സ്കാർ മസാജും കൂടി അഡ്വൈസ് ചെയ്യാറുണ്ട്. അതും പേഷ്യൻറ്റിന് സ്വയം വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ ഡോക്ടർ, താങ്ക് യു സോ മച്ച്. ലൈപ്പോസെക്ഷനെ കുറിച്ചുള്ള ഡോക്ടറുടെ മറുപടികൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഒരു വിദഗ്ധനായ പ്ലാസ്റ്റിക് സർജന്റെ കൺസൾട്ടേഷന് ശേഷം മാത്രം തീരുമാനമെടുക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. താങ്ക് യു.